കുട്ടികൾക്കും മിഥുൻസ് കെമിസ്ട്രി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. പ്ലസ് വണ്ണിന്റെ ലാസ്റ്റ് യൂണിറ്റ് 14ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ കെമിസ്ട്രിയുടെ ഫോക്കസ് ഏരിയ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ക്ലാസ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് നമ്മൾ എടുത്ത ഫോക്കസ് ഏരിയ ആയിരുന്നു ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിംഗും. ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിംഗിൽ നിന്ന് എക്സാമിനേഷൻ വരുന്ന മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസും സൂപ്പറായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ എടുക്കുന്ന അത് കഴിഞ്ഞു വരുന്ന രണ്ട് ഫോക്കസ് ഏരിയ, ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിംഗ് കഴിഞ്ഞു വരുന്ന രണ്ട് ഫോക്കസ് ഏരിയ നമ്മൾ എടുക്കുന്നത് ആസിഡ് ട്രെയിനും ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡും. നമ്മുടെ ആദ്യത്തെ ഫോക്കസ് ഏരിയ ആസിഡ് ട്രെയിൻ. ആസിഡ് ട്രെയിനകത്ത് നമുക്ക് എന്താണ് ആസിഡ് ട്രെയിൻ എന്ന് അറിയണം, ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണ് ആസിഡ് ട്രെയിൻ റെസ്പോൺസിബിൾ ആവുന്നത് എന്നുള്ള കാര്യം അറിയണം. അതേപോലെ ആസിഡ് ട്രെയിനിന്റെ ഹാർംഫുൾ എഫക്റ്റും അറിയണം. ഇത്രയും ടോപ്പിക്സ് നമ്മൾ ആസിഡ് ട്രെയിൻ എടുത്തു കഴിഞ്ഞ് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല കിടിലനായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന ഫോക്കസ് ഏരിയ ആണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഷോർട്ട് ഫോം ആണ് BOD. നമുക്ക് 2 മാർക്ക് സെക്ഷനിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. പിന്നെ ടോപ്പിക്കിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മാക്സിമം നമ്മുടെ ക്ലാസ്സുകൾ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഷെയർ ചെയ്യുക. കാരണം നമ്മൾ ഒരു ക്ലാസ്സും കൂടെ ഇത് നമ്മളിപ്പോ എടുത്തു കഴിഞ്ഞ് ഒറ്റ ടോപ്പിക്കും കൂടെ ബാലൻസ് ഉള്ളൂ ഫോക്കസ് ഏരിയ നമ്മുടെ ഈ യൂണിറ്റിനകത്ത് ഗ്രീൻ കെമിസ്ട്രി ഡേ ടു ഡേ ലൈഫ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. അതിന്റെ പ്രോബ്ലംസും അത് കഴിഞ്ഞ പ്രോബ്ലം സെക്ഷനും ഓരോ യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. മാക്സിമം ക്ലാസ്സുകൾ ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ധൈര്യമായിട്ട് ലൈക്കും കമന്റും ഒക്കെ വാരി അങ്ങ് വിതറിയേക്കണം. ഇതിന് ഒത്തിരി സമയം കളയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് പോകാം. ആസിഡ് ട്രെയിൻ എക്സ്പ്ലെയിൻ ചെയ്യാം, സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ആസിഡ് ട്രെയിൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കണം. ആസിഡ് ട്രെയിൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അറിയേണ്ടത് നോർമൽ റെയിൻ വാട്ടറിന്റെ pH വാല്യൂ. നോർമൽ റെയിൻ വാട്ടറിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 5.6. അങ്ങനെ നോർമൽ റെയിൻ വാട്ടറിന്റെ pH വാല്യൂ 5.6 ആണെന്ന് പറയുമ്പോൾ pH വാല്യൂ 7ൽ എന്താണ് കുറവാണ്. pH വാല്യൂ 7ൽ കുറയുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ ലിക്വിഡിനെയാണ് നമ്മൾ അസിഡിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ റെയിൻ വാട്ടറിന്റെ pH വാല്യൂ തന്നെ എത്രയാണ്? 5.6 ആണ്. നോർമൽ റെയിൻ വാട്ടർ തന്നെ അസിഡിക് ആണ്. പക്ഷെ നോർമൽ റെയിൻ വാട്ടറിന്റെ pH വാല്യൂ 5.6 വരുമ്പോൾ നമ്മൾ ആ റെയിൻ വാട്ടറിനെ ആസിഡ് ട്രെയിൻ എന്ന് കൺസിഡർ ചെയ്യുന്നില്ല. ഇനി എന്തുകൊണ്ടാണ് നോർമൽ റെയിൻ വാട്ടറിന്റെ pH വാല്യൂ 5.6 വരുന്നത് എന്നുള്ള കാര്യം അറിയണം. കാരണം നോർമൽ റെയിൻ വാട്ടറിന്റെ pH വാല്യൂ തന്നെ 5.6 വരാനുള്ള റീസൺ ആ നോർമൽ റെയിൻ വാട്ടറിനകത്ത് H+ അയോൺസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ റെയിൻ വാട്ടറിനകത്ത് H+ അയോൺസിന്റെ പ്രസൻസ് വരുന്നത് അറ്റ്മോസ്ഫിയറിനകത്തുള്ള CO2 ഗ്യാസും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതായത് റെയിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അറ്റ്മോസ്ഫിയറിനകത്തുള്ള CO2 ഗ്യാസ് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? റെയിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ CO2 വാട്ടറും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. കാർബോണിക് ആസിഡിൽ നിന്നാണ് എന്തിന്റെ പ്രസൻസ് റെയിൻ വാട്ടറിനകത്ത് വരുന്നത്? H+ അയോൺസിന്റെ പ്രസൻസ് റെയിൻ വാട്ടറിനകത്ത് വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന വാട്ടറാണ് കാർബോണിക് ആസിഡ്. അതായത് നോർമൽ റെയിൻ വാട്ടർ നമ്മൾ എടുത്താൽ പോലും അതിന്റെ pH 5.6 ആണ്. എന്തിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാ? H+ അയോൺസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട്. 5.6 വരെ pH വാല്യൂ വരുമ്പോ 5.6 വരെ pH വാല്യൂ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ റെയിൻ വാട്ടറിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല? ആസിഡ് ട്രെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഇനി എപ്പോഴാണോ റെയിൻ വാട്ടറിന്റെ pH വാല്യൂ 5.6ൽ നിന്ന് താഴോട്ട് പോകുന്നത്, എപ്പോഴാണോ റെയിൻ വാട്ടറിന്റെ pH വാല്യൂ 5.6ൽ നിന്ന് താഴോട്ട് pH വാല്യൂ പോകുന്നത്, അങ്ങനെ നമ്മൾ ആ റെയിൻ വാട്ടറിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? ആസിഡ് ട്രെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. പിന്നെ 5.6 വരെ ഒരു റെയിൻ വാട്ടറിന്റെ pH വാല്യൂ വരികയാണെങ്കിൽ അത് നമ്മൾ നോർമൽ റെയിൻ വാട്ടർ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ റെയിൻ വാട്ടറിന്റെ pH വാല്യൂ 5.6നേക്കാൾ കുറയുകയാണെങ്കിൽ നമ്മൾ ആ റെയിൻ വാട്ടറിനെ എന്തെന്ന് വിളിക്കുന്നു? ആസിഡ് റെയിൻ എന്ന്
വിളിക്കുന്നു. ഇനി നമ്മൾ അടുത്തത് അറിയേണ്ടത് ഏതൊക്കെ കോമ്പൗണ്ട് ആണ് ആസിഡ് റെയിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. നമ്മുടെ പൊല്യൂട്ടഡ് എയർ, നമ്മുടെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറിനകത്തുള്ള SO2 NO2, പൊല്യൂട്ടഡ് എയറിനകത്തുള്ള SO2 NO2 ആണ് എന്തിന്റെ മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്, ആസിഡ് റെയിന്റെ മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. കാരണം SO2 ഗ്യാസ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ, SO2 ഗ്യാസ് നമ്മൾ റെയിൻ വാട്ടർ ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യും. അതേപോലെ NO2 റെയിൻ വാട്ടർ ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ നൈട്രിക് ആസിഡ് ഫോം ചെയ്യും. റെയിൻ വാട്ടറിനകത്ത് സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡും കൂടെ ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ അത് എന്ത് റെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ആസിഡ് റെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പൊല്യൂട്ടഡ് എയറിനകത്തുള്ള SO2 NO2 ആണ് ദ മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് എന്താണ്, ആസിഡ് റെയിൻ. നമ്മുടെ SO2 വാട്ടർ ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യുന്നു. NO2 വാട്ടർ ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യുന്നു, നൈട്രിക് ആസിഡ് ഫോം ചെയ്യുന്നു. അടുത്ത നമുക്ക് സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് ഫോം ചെയ്യുന്ന ഇക്വേഷൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ എക്സാമിനേഷൻ ആസിഡ് റെയിൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾ 3 പോയിന്റ് എഴുതണം. ആ പോയിന്റ് എങ്ങനെ എഴുതുന്നത് എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇക്വേഷൻ ഒക്കെ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ആദ്യം എഴുതേണ്ട കാര്യമാണ് നോർമൽ റെയിൻ വാട്ടറിന്റെ pH വാല്യൂ എത്രയാണെന്ന് എഴുതണം, 5.6 ആണ് എഴുതണം. എന്തിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട്, H+ അയോൺസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട്. എങ്ങനെ അവിടെ H+ അയോൺസിന്റെ പ്രസൻസ് ഉണ്ടാവുന്നത്, CO2 വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ വഴി. അതാണ് ഫസ്റ്റ് പോയിന്റ് എഴുതേണ്ടത്. Rainwater has a normal pH of 5.6. Rainwater has a normal pH of 5.6 due to the presence of H+ ions. Due to the presence of H+ ions formed by the reaction between CO2 and water. അതായത് നമ്മുടെ നോർമൽ റെയിൻ വാട്ടർ pH 5.6 ആണെന്നുള്ള കാര്യം എഴുതി. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആസിഡ് റെയിൻ എന്താണെന്ന് എഴുതാൻ. When the pH of rainwater drops below 5.6, നമ്മുടെ റെയിൻ വാട്ടർ pH വാല്യൂ എന്തിൽ കുറയുകയാണെങ്കിൽ 5.6നേക്കാൾ കുറയുകയാണെങ്കിൽ, അത് നമ്മൾ when the pH of rainwater drops below 5.6, അതാണ് 5.6നേക്കാൾ കുറയുകയാണെങ്കിൽ it is called എന്ത് റെയിൻ ആണ്, ആസിഡ് റെയിൻ. When the pH of rainwater drops below 5.6, it is called acid rain. അടുത്ത പോയിന്റിലാണ് നമ്മൾ എഴുതേണ്ടത് ഏതൊക്കെ കോമ്പൗണ്ട് ആണ് ആസിഡ് റെയിന്റെ മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് എന്നുള്ളത്. SO2 and NO2 present in the polluted air. നമ്മുടെ polluted airനകത്തുള്ള SO2 NO2 are the major contributors of acid rain. SO2 and NO2 present in the polluted air are the major contributors of acid rain. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ SO2 റെയിൻ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യുമെന്നുള്ള ഇക്വേഷൻ എഴുതണം. അതേപോലെ NO2 റെയിൻ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ നൈട്രിക് ആസിഡ് ഫോം ചെയ്യുമെന്നുള്ള ഇക്വേഷനും എഴുതണം. നമുക്ക് ആ ഇക്വേഷൻ നോക്കാം. SO2 ഗ്യാസ് എവിടെ ഡിസോൾവ് ചെയ്യുന്നു, വാട്ടർ ഡിസോൾവ് ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് സംശയം വരും, സാർ എന്തിനാ ഇവിടെ ഓക്സിജൻ കൊടുത്തതെന്ന്. കാരണം നമ്മുടെ SO2 ഗ്യാസ് വാട്ടർ ഡിസോൾവ് ചെയ്യുന്നത് നമ്മുടെ എയറിനകത്തുള്ള ഓക്സിജന്റെ പ്രസൻസിലാണ്. SO2 ഗ്യാസ് വാട്ടർ ഡിസോൾവ് ചെയ്ത് സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യുന്നത് എയറിനകത്തുള്ള ആരുടെ പ്രസൻസിലാണ്, ഓക്സിജന്റെ പ്രസൻസിലാണ്. നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ട് എഴുതിയില്ലെങ്കിലൊന്നും പ്രശ്നമില്ല, അൺബാലൻസ്ഡ് ആയിട്ട് എഴുതിയാലും പ്രശ്നമില്ല. SO2 plus O2 plus H2O, അതായത് ഓക്സിജന്റെ പ്രസൻസിൽ SO2 വാട്ടർ ഡിസോൾവ് ചെയ്യുന്നു, എന്ത് ഫോം ചെയ്യുന്നു, H2SO4 ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യുന്നു. അതേപോലെ തന്നെ NO2 ആരുടെ പ്രസൻസില, ഓക്സിജന്റെ പ്രസൻസിൽ. ബാലൻസ്ഡ് എഴുതാൻ പറ്റുന്നത് അങ്ങ് എഴുതുക, അതല്ലെങ്കിൽ അൺബാലൻസ്ഡ് ആയിട്ട് അങ്ങ് എഴുതുക. NO2 ഓക്സിജന്റെ പ്രസൻസിൽ എവിടെ ഡിസോൾവ് ചെയ്യുന്നു, വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. അവിടെ എന്ത് ഫോം ചെയ്യുന്നു, നൈട്രിക് ആസിഡ് ഫോം ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ. ആസിഡ് റെയിൻ ചോദിക്കുവാണെങ്കിൽ ഈ 3 പോയിന്റ് എഴുതണം, ഈ 2 ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ അൺബാലൻസ്ഡ് ആയിട്ട് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഈ ആസിഡ് റെയിനിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻ, ഇപ്പൊ നമ്മൾ എടുത്ത സെക്ഷനിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ആസിഡ് റെയിൻ? ആസിഡ് റെയിൻ ചോദിക്കുമ്പോൾ ഈ 3 പോയിന്റും 2 ഇക്വേഷനും എഴുതുക. അതല്ലാതെ ചോദിച്ചിട്ടുണ്ട് വിച്ച് ഈസ് ദ കോമ്പൗണ്ട്
what are the compounds responsible for acid rain? Acid rain responsible ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആസിഡ് റെയിൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് SO2 and NO2 present in the polluted air. SO2 and NO2 present in the polluted air are the major contributors of acid rain. കാരണം SO2 NO2 വാട്ടർ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് ഫോം ചെയ്ത് ആ റെയിൻ വാട്ടർ എന്തായിട്ട് മാറുന്നത്? ആസിഡ് റെയിൻ ആയിട്ട് മാറുന്നത്. ആസിഡ് റെയിൻ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. നമുക്ക് അടുത്തത് ആസിഡ് റെയിന്റെ ഹാർംഫുൾ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ആസിഡ് റെയിന്റെ ഹാർംഫുൾ എഫക്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സാമിനേഷൻ ചോദിക്കുന്നതാണ് വാട്ട് ആർ ദ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് ആസിഡ് റെയിൻ. ഒരു 5 പോയിന്റേ ഉള്ളൂ, നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കാം. ഇത് പഠിച്ചോണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു വെക്കുക. അതായത് ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും. പിന്നെ നമ്മുടെ നോട്ട്സിനകത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ മറക്കത്തില്ല. നമുക്ക് 2 മാർക്ക് സെക്ഷനിലൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് ആസിഡ് റെയിൻ എന്നുള്ളത്. ആദ്യത്തെ ഹാർംഫുൾ എഫക്ട്സ് എന്ന് പറയുന്നത് ആസിഡ് റെയിന് ബിൽഡിംഗ്സിനെയും സ്റ്റാറ്റ്യൂസിനെയും ഒക്കെ ഡാമേജ് ചെയ്യുന്നു. സ്റ്റോൺസും മെറ്റൽസും കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡിംഗ്സിനെയും സ്റ്റാറ്റ്യൂസിനെയും ആര് ഡാമേജ് ചെയ്യുന്നു? ആസിഡ് റെയിന് ഡാമേജ് ചെയ്യുന്നു. നമുക്കൊരു എക്സാമ്പിൾ കൊടുക്കാം. Taj is adversely affected. Taj Mahal is adversely affected by acid rain. The first harmful effect clear ആയി. It damages buildings and statues made of stones and metals. Example കൊടുക്കുക. Taj Mahal is adversely affected by acid rain. നമ്മൾ ഈ എക്സാമ്പിൾ എഴുതിയതിൽ നിന്ന് തന്നെ എക്സാമിനേഷൻ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. Why acid rain is considered as a threat to Taj Mahal? എന്തുകൊണ്ടാണ് ആസിഡ് റെയിൻ താജ്മഹലിന് ഒരു ഭീഷണിയാണെന്ന് പറയുന്നത്? അത് നമ്മൾ ഈ സെക്ഷൻ കഴിഞ്ഞ അടുത്ത ആ ക്വസ്റ്റിനെ എടുത്ത് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. വൈ ആസിഡ് റെയിൻ ഇസ് കൺസിഡർഡ് ആസ് എ ത്രെറ്റ് ടു താജ്മഹൽ എന്നുള്ളത്. ഫസ്റ്റ് ഹാർംഫുൾ എഫക്ട് ക്ലിയർ ആയി. രണ്ടാമത്തെ ഹാർംഫുൾ എഫക്ട് നമ്മൾ പറയുന്നത് ആസിഡ് റെയിന് അഗ്രികൾച്ചർ ട്രീസ് ആൻഡ് പ്ലാന്റ്സ്, അഗ്രികൾച്ചറിനും ട്രീസിനും പ്ലാന്റ്സിനും ഒക്കെ ഹാർംഫുൾ ആണ്. രണ്ടാമത് നമുക്ക് സിമ്പിൾ ആയിട്ട് കൊടുക്കുക. ഇറ്റ് ഈസ് ഹാർംഫുൾ ഫോർ അഗ്രികൾച്ചർ ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. ഇറ്റം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരാ? ആസിഡ് റെയിൻ ആണ്. ആസിഡ് റെയിൻ ഇസ് ഹാർംഫുൾ ഫോർ അഗ്രികൾച്ചർ ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. അന്നേരം ബിൽഡിംഗ്സിനെ സ്റ്റാറ്റ്സിനെ ഡാമേജ് ചെയ്യുന്നു. അതുപോലെ അഗ്രികൾച്ചർ ട്രീസ് ആൻഡ് പ്ലാന്റ്സിനൊക്കെ ആസിഡ് റെയിൻ എന്താണ്? ഹാർംഫുൾ ആണ്. ഇനി അടുത്തത് നമ്മുടെ മെയിൻലി എങ്ങനെയാണ് ആസിഡ് റെയിൻ നമ്മളെ അഫക്ട് ചെയ്യുന്നത്? ആസിഡ് റെയിൻ കോസസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ ആസിഡ് റെയിൻ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. റെസ്പിറേറ്ററി പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് ഉണ്ടാക്കുന്നു. കാരണം ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മേജർ കമ്പോണന്റ് എന്ന് പറയുന്നത് SO2 ഗ്യാസും NO2 ഗ്യാസും ഡിസോൾവ് ചെയ്ത് വാട്ടർ, SO2 ഗ്യാസും NO2 ഗ്യാസും വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്ത് ഫോം ചെയ്യുന്ന സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും. ഈ സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് ഫ്യൂംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അതായത് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാവുന്നു. കാരണം മൂന്നാമത്തെ ഹാർംഫുൾ എഫക്ട് ഇറ്റ് കോസസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ്. മൂന്നെണ്ണം സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക. ആദ്യം ബിൽഡിംഗ്സിനെ സ്റ്റാറ്റ്യൂസിനെ ഡാമേജ് ചെയ്യുന്നു. ആസിഡ് റെയിൻ ഇസ് ഹാർംഫുൾ ഫോർ അഗ്രികൾച്ചർ ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. ആസിഡ് റെയിൻ കോസസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ്. അതേപോലെ ആസിഡ് റെയിന് അഫക്ട് ചെയ്യുന്ന മറ്റൊരു സ്പീഷീസ് ആണ് അക്വാട്ടിക് സ്പീഷീസ്. അക്വാട്ടിക് സ്പീഷീസിനെ നല്ല രീതിയിൽ ആസിഡ് റെയിൻ അഫക്ട് ചെയ്യും. കാരണം ആസിഡ് റെയിൻ വന്ന് നമ്മുടെ വാട്ടർ ബോഡീസിലൊക്കെ വീണ് കഴിയുമ്പോഴത്തേക്ക് ആ വാട്ടർ ബോഡീസിനകത്തുള്ള pH വളരെ കുറയുന്നു. കാരണം ആ വാട്ടർ ബോഡീസിനകത്തുള്ള വെള്ളമൊക്കെ അസിഡിക് ആയിട്ട് pH വളരെ കുറയുന്നു. അങ്ങനെ pH വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ അക്വാട്ടിക് സ്പീഷീസിന് ആ വാട്ടർ ബോഡീസിലൊന്നും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇറ്റ് അഡ്വേഴ്സ്ലി അഫക്ട് എന്ന് തന്നെ വേണമെങ്കിൽ കൊടുക്കുക. ഇറ്റ് അഡ്വേഴ്സ്ലി അഫക്ട്സ് ദ അക്വാട്ടിക് സ്പീഷീസ്. അതായത് സിമ്പിൾ ആയിട്ട് ആസിഡ് റെയിൻ അഫക്ട്സ് ദ എന്ത് സ്പീഷീസ് ആണ്? അക്വാട്ടിക് സ്പീഷീസ്. ക്ലിയർ ആയല്ലോ. ഈ ലാസ്റ്റ് ഹാർംഫുൾ എഫക്ട് നമ്മൾ പറഞ്ഞു. ആസിഡ് റെയിന്റെ ഹാർംഫുൾ എഫക്റ്റിനകത്ത് കൊടുക്കുന്ന ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആസിഡ് റെയിൻ വാട്ടർ പൈപ്സിനെ ഒക്കെ കൊറോഡ് ചെയ്യുന്നു. വാട്ടർ പൈപ്സ് ഒക്കെ നമ്മൾ മെറ്റൽസ് കൊണ്ട് മെയ്ഡ് ചെയ്തിരിക്കുന്ന അങ്ങനെയുള്ള വാട്ടർ പൈപ്സിനെ ഒക്കെ ആസിഡ് റെയിൻ കൊറോഡ് ചെയ്യുകയും അങ്ങനെ ഡ്രിങ്കിങ് വാട്ടർ എന്താക്കി മാറ്റുന്നു?
പൊല്യൂട്ടഡ് ആക്കി മാറ്റുന്നു. ലാസ്റ്റ് കൊടുത്തിരുന്നു ഇറ്റ് കൊറോഡ്സ് വാട്ടർ പൈപ്പ് ആൻഡ് കോസസ് ഡ്രിങ്കിങ് വാട്ടർ പൊല്യൂട്ടഡ്. സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക. അത് ബിൽഡിംഗ്സിനെ സ്റ്റാറ്റ്യൂസിനെ ഒക്കെ ഡാമേജ് ചെയ്യുന്നു. എക്സാമ്പിൾ താജ്മഹൽ കൊടുക്കുക. അഗ്രികൾച്ചർ ട്രീസ് ആൻഡ് പ്ലാന്റ്സിനെ ഒക്കെ ഹാർംഫുൾ ആണ് ആസിഡ് ട്രെയിന്. അതുപോലെ റെസ്പിറേറ്ററി ഹ്യൂമൻ ബീങ്സിലൊക്കെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു. അക്വാട്ടിക് സ്പീഷീസിനെ അഫക്ട് ചെയ്യുന്നു. അതുപോലെ എന്തിനെ കൊറോഡ് ചെയ്യുന്നു? വാട്ടർ പൈപ്പ് കൊറോഡ് ചെയ്ത് ഡ്രിങ്കിങ് വാട്ടർ എന്താക്കി മാറ്റുന്നു? പൊല്യൂട്ടഡ് ആക്കി മാറ്റുന്നു. വാട്ടർ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് ആസിഡ് ട്രെയിൻ ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് 4 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാമല്ലോ. നമുക്കിനി അടുത്തത് എങ്ങനെയാണ് ആസിഡ് ട്രെയിന് താജ്മഹലിനെ അഡ്വേഴ്സ്ലി അഫക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം എക്സാമിനേഷൻ വന്ന ക്വസ്റ്റ്യൻ എടുത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാതെ എന്തുകൊണ്ടാണ് ആസിഡ് ട്രെയിന് താജ്മഹലിന് ഒരു ത്രെറ്റ് ആണ്, ഒരു ഭീഷണിയാണെന്ന് പറയുന്നത് എന്ന് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ എടുത്ത് അതിന്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ആദ്യം ക്വസ്റ്റ്യന് എക്സാമിനേഷൻ വന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. Why acid train is considered? Why acid train is considered as a threat to Taj Mahal? എന്തുകൊണ്ടാണ് ആസിഡ് ട്രെയിന് താജ്മഹലിന് ഒരു ത്രെറ്റ് ആണെന്ന് പറയുന്നത്, ഒരു ഭീഷണിയാണെന്ന് പറയുന്നത്? അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കണം. നമുക്കറിയാം താജ്മഹൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് ആഗ്രയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. താജ്മഹലിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അതിന്റെ മിൽക്കി വൈറ്റ് മാർബിൾ ആണ്. മിൽക്കി വൈറ്റ് മാർബിൾ ആണ് താജ്മഹലിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മുടെ താജ്മഹലിന് ചുറ്റിനും ലാർജ് നമ്പർ ഓഫ് കെമിക്കൽ ഫാക്ടറീസും പവർ പ്ലാന്റ്സും ഉണ്ട്. പവർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ പവർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ താജ്മഹലിന്റെ ചുറ്റിനും ലാർജ് നമ്പർ ഓഫ് കെമിക്കൽ ഫാക്ടറീസും പവർ പ്ലാന്റ്സും ഉള്ളത് കൊണ്ട് തന്നെ താജ്മഹലിന്റെ അറ്റ്മോസ്ഫിയർ, താജ്മഹലിന് ചുറ്റിനുള്ള എയറിനകത്ത് സൾഫറിന്റെയും ഓക്സിജന്റെയും ഓക്സൈഡ്സിന്റെ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ കെമിക്കൽ ഫാക്ടറീസിനും പവർ പ്ലാന്റ്സിനും ഒക്കെ വരുന്ന എക്സോസ്റ്റിനകത്ത് സൾഫറിന്റെയും നൈട്രജന്റെയും ഓക്സൈഡ്സിന്റെ അളവ് വളരെ കൂടുതലാണ്. SO2 ഉം NO2 നമുക്കറിയാം ആസിഡ് ട്രെയിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മെയിൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ സൾഫറിന്റെ ഓക്സൈഡ് ആയിട്ടുള്ള SO2 അതേപോലെ നൈട്രജന്റെ ഓക്സൈഡ് ആയിട്ടുള്ള NO2 ആണ്. ഈ താജ്മഹലിന് ചുറ്റിനുള്ള എയറിനകത്ത് SO2ന്റെയും NO2ന്റെയും അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ SO2 ഗ്യാസും NO2 ഗ്യാസും വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യുന്നു? ആസിഡ് ട്രെയിന് ഫോം ചെയ്യുന്നു. ആസിഡ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആസിഡ് ട്രെയിനകത്ത് എന്തിന്റെയൊക്കെ കണ്ടന്റ് ഉണ്ടാവും? സൾഫ്യൂരിക് ആസിഡും ഉണ്ടാവും, നൈട്രിക് ആസിഡും ഉണ്ടാവും. ഈ ആസിഡ് ട്രെയിനകത്തുള്ള സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? നമ്മുടെ താജ്മഹലിന്റെ താജ്മഹലിന്റെ മിൽക്കി വൈറ്റ് കളറുള്ള മാർബിളുമായിട്ട് എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. മെയിൻ ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മുടെ താജ്മഹലിന്റെ മിൽക്കി വൈറ്റ് മാർബിളുമായിട്ട് റിയാക്ട് ചെയ്ത് ആ മാർബിളിനെ ഡാമേജ് ചെയ്യുന്നത്. അങ്ങനെ എങ്ങനെയാണ് നമ്മുടെ ആസിഡ് ട്രെയിനകത്തുള്ള സൾഫ്യൂരിക് ആസിഡ് താജ്മഹലിന്റെ മാർബിളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കൊരു ഇക്വേഷൻ വെച്ച് എഴുതാം. മാർബിൾ എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ്. ആ കാൽസ്യം കാർബണേറ്റ് ആണ് മാർബിൾ. അതുകൊണ്ടാണ് മാർബിളിന് നല്ല മിൽക്കി വൈറ്റ് കളർ ഉള്ളത്. പിന്നെ ആസിഡ് ട്രെയിനകത്തുള്ള സൾഫ്യൂരിക് ആസിഡ് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഈ മാർബിൾ ആയിട്ടുള്ള കാൽസ്യം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ കാൽസ്യം കാർബണേറ്റിനെ കാൽസ്യം സൾഫേറ്റ് ആക്കി മാറ്റുന്നു. കാൽസ്യം കാർബണേറ്റ് എന്തായിട്ട് മാറുന്നു? കാൽസ്യം സൾഫേറ്റ് ആയിട്ട് മാറുന്നു. ആര് റിയാക്ട് ചെയ്യുന്നുണ്ട്? സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ബൈ പ്രോഡക്റ്റ് കാർബൺ ഡയോക്സൈഡും വാട്ടറും ഫോം ചെയ്യുന്നു. പിന്നെ നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്, ആസിഡ് ട്രെയിനകത്തുള്ള സൾഫ്യൂരിക് ആസിഡ് കാൽസ്യം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്തപ്പം ആ മിൽക്കി വൈറ്റ് കളറുള്ള കാൽസ്യം കാർബണേറ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? കാൽസ്യം സൾഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ കളറ് ഡീകളറൈസ് ചെയ്യും. മിൽക്കി വൈറ്റ് കളറ് പതുക്കെ ഫെയ്ഡ് ചെയ്യാൻ തുടങ്ങും, ഡീകളറൈസ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ ലെസ്റ്റർ, ആ മാർബിളിന്റെ തിളക്കവും എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. ആസിഡ് ട്രെയിന് ഈ മിൽക്കി വൈറ്റ് മാർബിളുമായിട്ട് റിയാക്ട് ചെയ്ത് അതിനെ എന്ത് ചെയ്യുന്നു? ഡാമേജ് ചെയ്യുന്നു. അതിന്റെ കളർ ഡീകളറൈസ് ചെയ്യുന്നു. അതുപോലെ ലെസ്റ്റർ ഇല്ലാതാക്കുന്നു. അതായത് താജ്മഹലിന്റെ ബ്യൂട്ടി ആയിട്ടുള്ള മാർബിൾ തന്നെ അവിടെ മാർബിളിന്റെ കളറും
ലസ്റ്ററും എല്ലാം എന്താവുന്നു, പതുക്കെ പതുക്കെ കുറഞ്ഞു ഫെയ്ഡായി മാറുന്നു. ആര് റിയാക്ട് ചെയ്യുന്നോണ്ടാണ്? നമ്മുടെ ആസിഡ് ട്രെയിനകത്തുള്ള സൾഫ്യൂരിക് ആസിഡ് മാർബിളുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ആസിഡ് ട്രെയിന് താജ്മഹലിന് എന്താണെന്ന് പറയുന്നത്, ത്രെറ്റ് ആണെന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ആൻസർ എഴുതുന്നതുള്ളതും അതുകൊണ്ട് ആ ബോർഡിൽ എഴുതുന്നത്. കാരണം എങ്ങനെയാണ് ആൻസർ എഴുതുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം പറയുന്നു, ഡ്യൂ ടു ലാർജ് നമ്പർ ഓഫ് കെമിക്കൽ ഫാക്ടറീസ്, power plants, the air around the Taj Mahal is highly polluted with the oxides of sulfur and nitrogen. നമ്മുടെ പവർ പ്ലാന്റ്സും കെമിക്കൽ ഫാക്ടറീസും ഉള്ളത് കൊണ്ട് തന്നെ താജ്മഹലിന് ചുറ്റിനുള്ള എയർ ഹൈലി പൊല്യൂട്ടഡ് ആണ്. സൾഫറിന്റെയും നൈട്രജന്റെയും ഓക്സൈഡും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് SO2 ഗ്യാസും ഉണ്ട്, NO2. സൾഫറിന്റെ ഓക്സൈഡ് ആയിട്ടുള്ള SO2 ഉണ്ട്, നൈട്രജന്റെ ഓക്സൈഡ് ആയിട്ടുള്ള NO2. അതായത് ആസിഡ് ട്രെയിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മേജർ കോമ്പൗണ്ട്സ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം തന്നെ കൊടുത്തു, പൊല്യൂട്ടഡ് ആണെന്ന് കൊടുത്തു. അങ്ങനെ പൊല്യൂട്ടഡ് എയർ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് റിസൾട്ട് ചെയ്യുന്നു? ദിസ് റിസൾട്ട് ഇൻ ആസിഡ് ട്രെയിൻ. ആസിഡ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആസിഡ് ട്രെയിൻ സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, നൈട്രിക് ആസിഡ് ഉണ്ട്. ആസിഡ് ട്രെയിൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഇറ്റ്സ് റിയാക്ട് വിത്ത് മാർബിൾ കോസിംഗ് ഡാമേജ് ടു ഇറ്റ്. നമ്മുടെ താജ്മഹലിന്റെ മാർബിളുമായിട്ട് റിയാക്ട് ചെയ്ത് അതിനെ ഡാമേജ് ചെയ്യുന്നു. എന്നിട്ട് ആ ഇക്വേഷൻ എഴുതുക. എങ്ങനെയാണ് സൾഫ്യൂരിക് ആസിഡ്, ആസിഡ് ട്രെയിനകത്തുള്ള സൾഫ്യൂരിക് ആസിഡ് മാർബിളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഇക്വേഷൻ എഴുതുക. സൾഫ്യൂരിക് ആസിഡ് മാർബിളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഇക്വേഷൻ എഴുതിയാൽ മതി. നൈട്രിക് ആസിഡിനെക്കാട്ടി കൂടുതൽ എളുപ്പം റിയാക്ട് ചെയ്ത് സൾഫ്യൂരിക് ആസിഡ് ആണ് ശരിക്കും മാർബിളിനെ റിയാക്ട് ചെയ്ത് അതിനെ ഡാമേജ് ചെയ്യുന്നത്. കാൽസ്യം കാർബണേറ്റ് എന്നുള്ള മാർബിള് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കാൽസ്യം സൾഫേറ്റും കാർബൺ ഡയോക്സൈഡും വാട്ടറുമായിട്ട് മാറും. ഈ റിയാക്ഷൻ കഴിയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മാർബിൾ എന്ത് ചെയ്യുന്നു? ഡീകളറൈസ് ചെയ്യും. കാരണം കാൽസ്യം കാർബണേറ്റ് മറ്റൊരു ഫോമിലോട്ട് മാറിയല്ലോ, കാൽസ്യം സൾഫേറ്റ് ആയല്ലോ, അത് ഡീകളറൈസ് ചെയ്യുന്നു. അതുപോലെ ലെസ്റ്ററും കുറയുന്നു. ലെസ്റ്റർലെസ് മീൻസ് അതിന്റെ ലെസ്റ്റർ, അതിന്റെ തിളക്കം നഷ്ടപ്പെടുന്നു. ആൻസർ എഴുതുന്നത് ക്ലിയർ ആയി. ഡ്യൂ ടു ലാർജ് നമ്പർ ഓഫ് കെമിക്കൽ ഫാക്ടറീസ്, പവർ പ്ലാന്റ്സ്, the air around the Taj Mahal is highly polluted with the oxides of sulfur and nitrogen. This result in acid rain. ബ്രാക്കറ്റിൽ കൊടുക്കുക. ആസിഡ് ട്രെയിനകത്തുള്ള കമ്പോണന്റ് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ഉണ്ട്. അത് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? മാർബിളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. which react with marble causing damage to it. ഇക്വേഷൻ കൊടുക്കുക. അത് ആ ഇക്വേഷൻ കഴിഞ്ഞ് നമ്മൾ എഴുതുന്നു, നമ്മുടെ മാർബിള് കളർ ഡീകളറൈസ് ചെയ്യുകയും ലസ്റ്റർലെസ് ആയിട്ട് മാറുന്നു. as a result the Taj Mahal as a result acid train is considered as a threat to Taj Mahal. അതുകൊണ്ട് നമ്മൾ പറയുന്നു ആസിഡ് ട്രെയിന് താജ്മഹലിന് ഒരു ത്രെറ്റ് ആണെന്നുള്ള കാര്യം. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിന്റെ ഷോർട്ട് ഫോം ആണ് BOD. എക്സാമിനേഷൻ 2 മാർക്ക് സെക്ഷനിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ വാട്ട് ഈസ് BOD എന്ന് ചോദിക്കാം. നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളൊരു വാട്ടർ സാമ്പിൾ എടുക്കുന്നു. ആ വാട്ടർ സാമ്പിളിനകത്തുള്ള ഓർഗാനിക് മാറ്ററിനെ, ഈ ഓർഗാനിക് മാറ്റർ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ അഴുകിയ ചെടികള് ഇലകളൊക്കെയാണ് ഈ ഓർഗാനിക് മാറ്റർ എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളൊരു വാട്ടർ സാമ്പിൾ സെലക്ട് ചെയ്യുന്നു. ഈ വാട്ടർ സാമ്പിൾ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കിപ്പോ ഒരു പോണ്ട് സെലക്ട് ചെയ്യുക, ഒരു വാട്ടർ ബോഡി സെലക്ട് ചെയ്യുക. ആ വാട്ടർ സാമ്പിളിനകത്തുള്ള ഓർഗാനിക് മാറ്റർ ഞാൻ നേരത്തെ പറഞ്ഞ അഴുകിയ ഇലകളും ചെടികളും ഒക്കെ മൈക്രോ ഓർഗാനിസത്തിന് ഡീകമ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വാട്ടർ സാമ്പിളിനകത്തുള്ള അല്ലെങ്കിൽ ആ വാട്ടർ ബോഡിക്കകത്തുള്ള മൈക്രോ ഓർഗാനിസം, അതായത് ബാക്ടീരിയ പോലുള്ള മൈക്രോ ഓർഗാനിസത്തിന് ഈ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ആവശ്യമാണ്. ഒരു വാട്ടർ സാമ്പിളിനകത്തുള്ള ഓർഗാനിക് മാറ്ററിനെ ആ വാട്ടർ സാമ്പിളിനകത്തുള്ള മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ബാക്ടീരിയക്ക് ഡീകമ്പോസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ എമൗണ്ടിനെയാണ് നമ്മൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഒരു വാട്ടർ സാമ്പിളിനകത്തുള്ള ഓർഗാനിക് മാറ്ററിനെ മൈക്രോ ഓർഗാനിസത്തിന് ഡീകമ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ, ഡീകമ്പോസ് ചെയ്യുവാനാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഡീകമ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ എമൗണ്ടിനെയാണ് നമ്മൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിൾ ആയ ഡെഫിനിഷൻ പറയാം. ഇപ്പം തന്നെ ഡെഫിനിഷൻ കാണാൻ പഠിച്ചു, ശ്രദ്ധിച്ചിരിക്കുക. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ബ്രാക്കറ്റിൽ കൊടുക്കുക. BOD is defined as the amount of oxygen, defined as the amount of oxygen ആർക്ക് ആവശ്യമായിട്ടുള്ളതാ? required by microorganisms. The amount of oxygen required by microorganisms. എന്തിനു വേണ്ടിയാ? to break down the organic matter, to break down the
organic matter present in a certain volume of water sample. Present in a certain volume of water sample. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. Biochemical oxygen demand bracket കൊടുക്കുക. BOD is defined as the amount of oxygen required by microorganism to break down the organic matter. To break down the organic matter present in a certain volume of water sample. To break down the organic matter present in a certain volume of water sample. മറക്കരുത്, BOD is defined as the amount of oxygen required by microorganism to break down the organic matter. To break down the organic matter present in a certain volume of water sample. ക്ലീൻ വാട്ടർ ആണെങ്കിൽ BOD വാല്യൂ 5 ppm ൽ താഴെയായിരിക്കും. അതായത് നമ്മൾ BOD ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് പാർട്സ് പെർ മില്യൺ. ppm എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ എന്നാണ് ppm. ഇതിനെ ക്ലീൻ വാട്ടർ ആണെങ്കിൽ BOD വാല്യൂ 5 ppm ൽ താഴെയായിരിക്കും. അതുപോലെ പൊല്യൂട്ടഡ് വാട്ടർ ആണെങ്കിൽ BOD വാല്യൂ എന്ന് പറയുന്നത് ഒന്നി 17 ppm ആയിരിക്കും, 17 പാർട്സ് പെർ മില്യൺ ആയിരിക്കും, അതല്ലെങ്കിൽ 17 ppm കൂടുതലായിരിക്കും. ക്ലീൻ വാട്ടറിന് BOD വാല്യൂ കുറവാണ്. ക്ലീൻ വാട്ടർ ആകുമ്പോൾ BOD വാല്യൂ ഓർത്തിരിക്കുക ലെസ് ദാൻ 5 ppm പാർട്സ് പെർ മില്യൺ ppm. അതുപോലെ പൊല്യൂട്ടഡ് വാട്ടർ ആണെങ്കിൽ BOD വാല്യൂ മോർ ദാൻ 17 ppm, 17 പാർട്സ് പെർ മില്യണിൽ കൂടുതലായിരിക്കും. പിന്നെ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഇത് ഡെഫിനിഷൻ മാർക്കരുത്. The amount of oxygen required by microorganism to break down the organic matter present in a certain volume of water sample. Clean water ആകുമ്പോൾ BOD വാല്യൂ less than 5 ppm, polluted water ആകുമ്പോൾ BOD വാല്യൂ more than 17 ppm. നമ്മൾ ഇന്ന് ആസിഡ് റെയിൻ എക്സ്പ്ലെയിൻ ചെയ്തു. ആസിഡ് റെയിന്റെ ഹാർംഫുൾ എഫക്ട്സ് എക്സ്പ്ലെയിൻ ചെയ്തു. എന്തുകൊണ്ടാണ് ആസിഡ് റെയിൻ താജ്മഹൽ ഒരു ത്രെറ്റ് ആണെന്ന് പറയുന്നത്, അത് ആ ക്വസ്റ്റ്യൻ എടുത്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞാൽ BOD ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡും എക്സ്പ്ലെയിൻ ചെയ്തു. നമുക്ക് ഇനിയും ഈ യൂണിറ്റിനകത്ത് ഒരു ഫോക്കസ് ഏരിയ കൂടെ മാത്രം ബാക്കിയുണ്ട്, ഗ്രീൻ കെമിസ്ട്രി എന്നുള്ള ഫോക്കസ് ഏരിയ. അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാവേ. ഓക്കെ.